ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒക്ടോബർ 2 ഒക്ടോബർ 2 എൻ്റെ പോർട്ട്ഫോളിയോ ഇതാണ്. -1.49 ആണ്. ഈ ആഴ്ച എന്തായാലും മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൈനസാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ കൂടി തന്നെ ലാസ്റ്റ് ദിവസം കയറിയോണ്ടാണെന്ന് തോന്നുന്നു 1.49 നിന്നു. ഒരുപാട് മൈനസിൽ പോയില്ല. പ്രകാശ് പൈപ്പ് ഇപ്പോഴും മൈനസിൽ തന്നെ പോകുന്നു. കാസ്ട്രോള് ചെറിയ രീതിയിൽ കയറുന്നുണ്ട്. നിപ്പോൺ ഒക്കെ പഴയതുപോലെ തന്നെ. സിൽവർ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ അടുത്ത ദിവസത്തെ ഇട്ട്, അതായത് ഇന്നിപ്പോൾ അവധിയാണ്, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. അപ്പോൾ നാളത്തേക്കുള്ള ഞാൻ കുറച്ച് ഓർഡറുകൾ ഇട്ടിട്ടുണ്ട്. 1500 രൂപ ഓൾറെഡി ഞാൻ ഇട്ടു അക്കൗണ്ടിൽ. 1500 കൊണ്ട് ഞാൻ നാളെ എന്തൊക്കെയാണ് വാങ്ങാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓർഡറിൽ ഇതാണ് ഓപ്പൺ ഓർഡേഴ്സ് കിടക്കുന്നത്. 3 എണ്ണമാണ് ഓപ്പൺ ഓർഡേഴ്സ് ഉള്ളത്. പ്രകാശ് പൈപ്പ്, ആവലോൺ, കാസ്ട്രോള്. അതായത് നമ്മൾ കണ്ടതിൽ പ്രകാശ് പൈപ്പും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം 1 ഷെയർ വെച്ചാണ് വാങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് പ്രകാശ് പൈപ്പും കാസ്ട്രോളുമാണ് മൈനസായി കിടക്കുന്നത്. അപ്പോൾ മൈനസായി കിടക്കുന്നത് രണ്ടും നമ്മൾ ആദ്യം തന്നെ വാങ്ങി. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരു എക്സ്ട്രാ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ തവണ പ്ലാൻ ചെയ്തായിരുന്നു. അതാണ് ആവലോൺ എന്ന് പറയണേ. അത് ഒരെണ്ണം ആഡ് ചെയ്തു. അത് ആഡ് ചെയ്തപ്പോൾ തന്നെ അറൗണ്ട് 300 1300 2000 എമൗണ്ട് തന്നെയായി. 1500 എമൗണ്ട് തന്നെയായി. 1500 അപ്പോൾ അവിടെ വെച്ച് ഞാൻ നിർത്തി. അപ്പോൾ ഇതാണ് 3 ഓർഡറുകൾ ഞാൻ നാളത്തെ ഇട്ടേക്കണേ. ഇത് 3 നാളെ പ്ലേസ് ആവും. മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നാളെ ആകും. അപ്പോൾ അത്രയാണ്. ഇനി നമുക്ക് അടുത്ത ഇതെങ്ങനെ കയറുന്നതെന്ന് നോക്കാം. ഓക്കെ.